നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേളികൊട്ടുയരാൻ സമയമെടുക്കുമെങ്കിലും പോരാട്ട ചൂടിൽ അങ്ങനെ നിൽക്കുകയാണ് തൃശ്ശൂർ. മാസങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപിയുടെ പ്രചാരണം തുടങ്ങിയിരുന്നു. UDF സ്ഥാനാർത്ഥിയായി TN പ്രതാപൻ്റെ ചുവരെഴുത്ത് കൂടി തുടങ്ങിയതോടെ മണ്ഡലം പ്രചാരണ ചൂടിലേക്ക് അടുക്കുകയാണ്. 2 ആഴ്ചയ്ക്കകം 2 തവണ പ്രധാനമന്ത്രി ജില്ലയിലെത്തുന്നത് BJPക്ക് ഊർജമാകുന്നുണ്ട്. പക്ഷേ ആ ഊർജം വോട്ടായി മാറണം. എന്നാൽ അതെല്ലാം മറികടക്കാൻ വൻ റാലിക്ക് കോപ്പ് കൂട്ടുകയാണിപ്പോൾ UDFിനിപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷയിൽ നിൽക്കുന്നുണ്ട്. കാരണം സിറ്റിംഗ് സീറ്റാണ് തൃശ്ശൂർ. അവിടെ ഇനിയിപ്പോൾ LDFിൽ നിന്ന് വരാൻ പോകുന്നത് അത് CPIയുടെ സീറ്റാണ്. VS സുനിൽകുമാറിനാണ് സാധ്യത കാണുന്നത്. മുൻ കൃഷി വകുപ്പ് മന്ത്രി 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കൃഷി വകുപ്പായിരുന്നു. വൈകിയാലും പിടിച്ചു കയറുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF നിൽക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതെങ്കിലും തൃപ്രയാർ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുന്നതിന് പിന്നിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നാണ് വിലയിരുത്തൽ. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപേ ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. നരേന്ദ്രമോദി എത്തുന്ന 3 ഇടങ്ങളും തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണെന്നതും ശ്രദ്ധേയമാണ്. ഗുരുവായൂരിലും തൃപ്രയാറിലും ഹെലിപ്പാഡുകളിൽ വമ്പൻ സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് BJP. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി തൃശ്ശൂർ ലൂർദ് പള്ളിയിലെത്തി മാതാവിന് 5 പവൻ തൂക്കം വരുന്ന പൊൻകിരീടം സമർപ്പിച്ചിരുന്നു. ഇതൊക്കെ തന്നെ ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. കുടുംബസമേതം എത്തിയായിരുന്നു സമർപ്പണം. 3 മുന്നണികളുടെയും വാക്പോരും ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തൃശ്ശൂരിലാണ് തെരഞ്ഞെടുപ്പ് മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവിടെയാണ് തെരഞ്ഞെടുപ്പ് ആദ്യം നടക്കുക എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അവിടുത്തെ പ്രചാരണവും ദേശീയ തലത്തിലെ നേതാക്കന്മാർ ഇറങ്ങുന്നതും ഇപ്പോൾ തിരുവനന്തപുരം അങ്ങ് കൈവിട്ട പോലെയായി തീർന്നിരിക്കുകയാണ്. മുമ്പ് തിരുവനന്തപുരത്തായിരുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതും അതുപോലെ ഈ വിജയസാധ്യതയോട് അടുക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. തൃശ്ശൂരിനേക്കാൾ ഏറെ സാധ്യതയുള്ളതാണ്. രാജഗോപാൽ മത്സരിക്കുന്ന സമയത്ത് രാജഗോപാൽ വിജയിച്ചു എന്നുള്ള ഒരു ഘട്ടത്തിൽ വരെ എത്തി. 15,000 വോട്ടിനാണ് ഒരു തവണ ശശി തരൂർ വിജയിച്ച് കയറിയത്. അപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ BJPക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. പക്ഷെ തൃശ്ശൂർ എന്തുകൊണ്ടാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അവിടെ സുരേഷ് ഗോപിയുടെ ഒരു വലിയ ഇറക്കവും ഈ തെക്കോട്ടിറക്കം എന്നൊക്കെ പറയുന്നത് പോലെ സുരേഷ് ഗോപിയുടെ ഒരു ഇറക്കമാണ്. ആ ഇറക്കത്തിൽ ഒരു ആനച്ചന്തത്തോടു കൂടിയുള്ള ഒരു വരവ്, ഇതിലൂടെ തൃശ്ശൂർ അങ്ങ് പിടിച്ചെടുക്കാമെന്നുള്ള ഒരു ധാരണയാണ് സുരേഷ് ഗോപിക്കുള്ളത്. എന്തായാലും ഈ കോൺഗ്രസ്സുകാരും വിട്ടുകൊടുക്കുന്നില്ല. വമ്പൻ റാലിക്ക് കോൺഗ്രസ് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് മുന്നൊരുക്കത്തിലാണ്. ഫെബ്രുവരി 4 വൈകിട്ട് 3:30 തേക്കൻകാട് മൈതാനത്ത് നടക്കുന്ന മഹാസമ്മേളനം ഇന്ത്യ മുന്നണി ചെയർമാൻ കൂടിയായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാകും ഉദ്ഘാടനം ചെയ്യുക. അപ്പോൾ കോൺഗ്രസ്സുകാരും കൂടുതൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന തൃശ്ശൂരിലേക്കായി തീർന്നിരിക്കുകയാണ്. അവിടുത്തെ സിറ്റിംഗ് MP TN പ്രതാപൻ ചുവരെഴുത്ത് തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രഖ്യാപനത്തിന് മുൻപേ പ്രതാപനായി ചുവരെഴുത്ത് അങ്ങ് തുടങ്ങി. മണ്ഡലത്തിൻ്റെ വിവിധ ഇടങ്ങളിലാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പ്രതാപൻ തുടരും പ്രതാപത്തോട് എന്ന ചുവരെഴുത്തിൽ കൈപ്പത്തി ചിഹ്നവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടിത്തട്ടിൽ പ്രവർത്തനം ശക്തമാക്കി LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ലെങ്കിലും LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 3 മുന്നണികളും വളരെ സജീവമായിട്ട് രംഗത്ത് നിൽക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമായി തൃശ്ശൂർ മാറിയിരിക്കുകയാണ്.